ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറും കോഴിമുട്ടയും കൊണ്ട് വീശിയടിക്കാതെ കുറഞ്ഞ ഓയിൽ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽ പൊറോട്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ നൂൽ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഏതരിയുടെ ചോറും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറുവ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചോറിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ പൊറോട്ടയ്ക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊറോട്ടയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ചോറ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ചോറ് അരച്ചെടുക്കേണ്ടത്. ചോറരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകരുത്. എത്രയും കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കാൻ പറ്റുന്നുവോ അങ്ങനെ അരച്ചെടുക്കുക. വെള്ളം കൂടിപ്പോയാൽ പിന്നെ ആ വെള്ളം പാകാവുന്നത് വരെ നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഈ അരച്ചെടുത്ത ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾ മിക്സി കഴുകിയെടുത്ത വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് മുഴുവനായിട്ടും ഇങ്ങോട്ട് വടിച്ചെടുത്താൽ മതി. ഇനി ഈ അരച്ചെടുത്ത ചോറിൻ്റെ പേസ്റ്റിലേക്ക് ഞാൻ ആദ്യം 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുഴച്ചെടുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇതിലേക്ക് വീണ്ടും മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ മാവിൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ പൊറോട്ടക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത ചോറിലെ വെള്ളം പാകമായിട്ട് വരുന്നത് വരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഞാനിതൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിതിലേക്കൊരു കറി തയ്യാറാക്കി എടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാവ് കുഴച്ചെടുത്ത ഉടനെ തന്നെ പരത്തിയെടുത്തിട്ട് പൊറോട്ട ചുട്ടെടുക്കാവുന്നതാണ്. കാരണം നമ്മളിതിൽ ചോറ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ മാവ് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ മാവ് കുഴച്ചെടുത്ത ഉടനെ തന്നെ പരത്തിയെടുത്തിട്ട് പൊറോട്ട ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്ന ടൈം മാത്രമാണ് കേട്ടോ ഇവിടെ അടച്ച് വെക്കുന്നത്. ഞാനിതിവിടെ ഒരു 5 മിനിറ്റ് നേരം മാത്രമാണ് കേട്ടോ അടച്ച് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കണ്ടോ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാ പൊറോട്ടയും ഒരേ വലിപ്പത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ മാവ് ഒരു 6 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഓരോ പീസ് മാവ് എടുത്തിട്ടും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇപ്പം തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട്. ആദ്യം മാവ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇത് മൈദപ്പൊടി ആയതുകൊണ്ട് ഇത് പരത്തിയെടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുമെന്നില്ല. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം എന്നൊന്നില്ല. ഈ മാവ് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി.
ഇപ്പം ഞാൻ ഈ മാവ് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇതുപോലെ വിതറി കൊടുക്കുക. ഒരുപാടൊന്നും വിതറി കൊടുക്കേണ്ട, ഒരല്പം മാത്രം വിതറി കൊടുത്താൽ മതി. ഇനി ഈ മൈദപ്പൊടി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് കത്തിക്കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം മാവ് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇളക്കിയിട്ട് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു നീട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടും റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ മാവൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന മാവ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് അകത്തേക്കൊന്ന് തള്ളി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ ഇത് മുഴുവനായിട്ടും അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ എല്ലാ മാവും പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓയിലും മൈദപ്പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് കത്തിക്കൊണ്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ കത്തിക്കൊണ്ട് വരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടും. അതുമല്ല ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പൊറോട്ട വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനും കത്തിക്കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഇത് ഇപ്പം തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ്. നമ്മൾ ആദ്യം റോൾ ചെയ്തെടുത്ത മാവ് എടുക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ എല്ലാ വശവും ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. തീരെ കനം കുറഞ്ഞിട്ട് ചപ്പാത്തി പോലെ പരത്തരുത് കേട്ടോ. വല്ലാതെ അങ്ങോട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ നിന്ന് മാവ് ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ലെയറൊക്കെ വിട്ടുപോകും. അപ്പോൾ ഞാൻ ഈ മാവ് പരത്തിയെടുത്തതിന് ശേഷം ചൂടായിട്ട് കിടക്കുന്ന ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കുകയാണ്. ആദ്യം പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊറോട്ട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ഈ പൊറോട്ട നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പരത്തിയെടുക്കരുത്. ഒന്ന് പരത്തിയെടുത്തിട്ട് അത് ചുട്ടെടുത്തതിന് ശേഷം വേറൊന്ന് പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ മാവ് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊറോട്ട ചുട്ടെടുത്തതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക. ഇപ്പം ഞാനിവിടെ മുഴുവൻ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. ഓരോ പൊറോട്ടയും ചുട്ടെടുക്കുമ്പോഴും ഒന്നെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അടച്ച് വെക്കുക. പൊറോട്ടയുടെ ചൂടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ച് വെക്കുന്നത്. നമ്മൾ ചുട്ടെടുത്ത പൊറോട്ട കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ രണ്ട് കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ലെയറൊക്കെ വിട്ടുവരും. ഇത് കണ്ടില്ലേ, എല്ലാ പൊറോട്ടയും നമുക്ക് നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചോറ് ചേർത്ത് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ദിവസം മുഴുവനും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഇതുവരെയും പൊറോട്ട ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. കണ്ടോ, നമുക്ക് ഈ പൊറോട്ട നല്ല ലെയറായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറ് കൊണ്ട് ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.